4 കൊല്ലം കോളേജിൽ പഠിച്ചപ്പോൾ കൂട്ടുകാരുടെ കൂടെ അടിച്ച് പൊളിച്ചപ്പോഴുള്ള സന്തോഷത്തെക്കാളും ഫോണിൽ കളിച്ച സിനിമയ്ക്ക് പോയിട്ടുണ്ട്, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കറങ്ങി അടിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ അതൊക്കെ അറ്റ് ദ മൊമെന്റിൽ നല്ല ഹാപ്പി ആയിരുന്നു കൂട്ടുകാരുടെ കൂടെ നടക്കുമ്പോഴൊക്കെ. പക്ഷെ അത് കഴിയുമ്പോൾ കയ്യിൽ നിന്ന് കാഴ്ച പോയതിൻ്റെ സങ്കടം, പിന്നെ സമയം പോയതിൻ്റെ സങ്കടം, പിന്നെ ഉറക്കത്തിൻ്റെ അങ്ങനെ ക്ഷീണങ്ങളൊക്കെ തോന്നും. പക്ഷെ ഈശോയുടെ കൂടെ ആയിരുന്ന 3 മണിക്കൂർ ഒരിക്കലും ഇന്നാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ ഒരു സന്തോഷം. അങ്ങനെ ഇവള് പോകുന്നില്ല അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു ഡാഡിക്ക്. പോയാലും തിരിച്ചു വരും, കാരണം ഞാൻ വീട്ടിൽ അങ്ങനെ മാറി നിന്നിട്ടുള്ളൊരു ഹോസ്റ്റലാണെങ്കിലും എപ്പോഴും ലീവ് കിട്ടിയാലും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് പറ്റില്ല, പോയാലും തിരിച്ചു ഉടനെ വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവര്. പോയ സമയത്ത് കുറെ കാര്യം അങ്ങനെ പോകണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ കൂടുതൽ എതിർത്തൊന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. എന്നാലും നിനക്ക് എപ്പോൾ താല്പര്യം തോന്നുന്നു അപ്പോൾ തിരിച്ചു പോരെ എന്നുള്ള രീതിയിൽ വിട്ടത്. എനിക്ക് സിസ്റ്റർ ആവുന്നൊരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അവരോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും ഞാൻ അവരുടെ ലെവലിലേക്ക്, ഞാനിപ്പോൾ ആ ഒരു ലെവലിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ലെവലിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ബിടെക്കാരി എന്നുള്ള ചിന്തയൊക്കെ ഞാൻ മാറ്റി. സിസ്റ്റർ വന്നേക്കണതാണ്, എല്ലാവരും തുല്യ ലെവലാണ്, അങ്ങനെയുള്ള ചിന്തയിലേക്ക് വന്നപ്പോൾ ആസ്പിറൻസി ലെവലിൽ കുറേയൊക്കെ സിസ്റ്ററാണെങ്കിൽ കറക്ഷൻ തരുമ്പോഴാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും അത് ഏറ്റെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ പോസ്റ്റലൻസിയിലാണെങ്കിലും വീട്ടിലൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാറൊന്നുമില്ല, ഹോസ്റ്റലിലായിരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നില്ല. പോസ്റ്റലൻസിൽ വന്നപ്പോഴാണ് ഇവരെ കണ്ടിട്ട് എൻ്റെ കൂടെയുള്ള സഹോദരിമാരെ കണ്ടിട്ടാണ് കുറേ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ക്ലീനിങ് ആണെങ്കിലും അലങ്കാരങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഇവിടെ വന്നൊരു സഹോദരിമാരെ കണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള ശുശ്രൂഷകൾ, സഹോദരങ്ങളായിട്ടുള്ള സ്നേഹബന്ധമൊക്കെ വന്നപ്പോൾ ഇനിയുള്ള ജീവിതകാലം മുഴുവനും എനിക്ക് തുടരാൻ സാധിക്കും എന്ന് മനസ്സിലായത് ബാച്ചുകാർ കൂടെ നിന്നപ്പോഴായിരുന്നു. $60,000 സ്കോളർഷിപ്പ് എനിക്ക് പഠിക്കാനായിട്ട് കിട്ടി. അതിൽ ഇമ്പോർട്ടൻ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു ദാനമാണ്. ദൈവം തരാതെ ഇതെനിക്ക് കിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് കിട്ടിയത് തന്നെ ഞാൻ പോലും വിചാരിക്കാതെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഐ ബിലീവ് അത് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ദൈവം തന്ന ഒരു അവസരമായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കണ്ടത്. അതുകൊണ്ട് അതിനോട് നോ പറയുന്നതിൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നില്ല. ഏറ്റവും വലിയ ദാനമാണ് എൻ്റെ സമർപ്പിത ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമർപ്പിത ജീവിതത്തോട് ഇപ്പം ഐ എം സോ ഹാപ്പി ഇൻ ദിസ് ലൈഫ്. ആ ഹാപ്പിനെസ് ജീവിത അവസാന ശ്വാസം വരെ ഈശോയുടേതായി ഈ സഭാവസ്ത്രമിട്ട് മരിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ഇത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആഗ്രഹവും. ഞാൻ 5ാം ക്ലാസ് മുതൽ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് സിസ്റ്റേഴ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അതിപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു സ്നേഹസദനം ഉണ്ടായിരുന്നു, വയസ്സായ അമ്മച്ചിമാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുപോലെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും കുട്ടികളോട് കാണിക്കുന്ന ആ ഒരു ഇതൊക്കെ, അതായത് സിസ്റ്റർമാരെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിരുന്നു, അമ്മേ എന്ന് വിളിക്കാനുള്ള ഒരു ഇത് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ തോന്നി ഞാൻ പോയതാണ്. +2 കഴിഞ്ഞ് 1 വർഷം അവിടെ നിന്നു. ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരും കൂടെയാണ് പോയത്. ഞാൻ സിസ്റ്റർ പറ്റും എന്ന് പറഞ്ഞ് പോയ ആളാണ്, മറ്റേ ആള് ചുമ്മാ വന്നതാണ്, ഒരു ഗ്യാപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ +1 +2 ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ 2 പേരും കൂടെ മടത്തി പോയി. എന്നിട്ട് അവിടെ നിന്നേ പറ്റുള്ളൂ എന്നുള്ള ഞാൻ തിരിച്ചു പോകുന്നു. മറ്റേ ആളുടെ ഉടുപ്പിടിയിലാണ് അടുത്ത ഏപ്രിൽ. ഒരു വിളിയാട്ടോ, അതിനെപ്പറ്റി പറയാൻ എനിക്കറിയത്തില്ല, അനുഭവിച്ചു തന്നെ അറിയുള്ളൂ. ലൈഫില് എല്ലാ കാര്യങ്ങളും ആകസ്മികമായിട്ടുള്ള ഒരു കാര്യമല്ല, സംഭവിച്ചതല്ല. അത് തീർത്തും ഒരു ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ അവിടങ്ങളിലൊക്കെ എത്തിപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നതും ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 10ാം ക്ലാസ് വരെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്നുള്ള പെർമിഷൻ്റെ ഒരു പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ആ ഒരു ഡ്രീം പിന്നെ പോയി. മ്യൂസിക്കിൽ ഞാൻ ആ സമയത്ത് പാടും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ എപ്പോഴും പ്രോഗ്രാംസൊക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തിരി കാസറ്റുകളായിരുന്നു അന്ന്. കാസറ്റ് ഡിവോഷണൽ ഹിന്ദുക്കളുടെയാണ് ഏറ്റവും അധികം പാടിയേക്കുന്നത്. എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ് ഒരു ഹിന്ദു അയ്യപ്പ ഭക്തിയാരോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒത്തിരി ഒരു 50-50ഓളം പാടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെ പോകുമായിരുന്നു. അപ്പം മ്യൂസിക്കിൽ കുറച്ച് ഫോക്കസ്ഡായി. അപ്പോൾ ഈ ഒരു ഡ്രീം പതുക്കെ കയ്യിൽ നിന്ന് പോയി. ഞാൻ സെമിനാരിയിലേക്ക് ജോയിൻ ചെയ്തത് എൻ്റെ M.Com ലാസ്റ്റ് ഇയർ ആയിരുന്നപ്പോഴാണ്. സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ. അതെ ആൽബർട്ട്സ് കോളേജിൽ 2ാം വർഷം ലാസ്റ്റ് ഇയർ M.Com ചെയ്യുമ്പോഴാണ് കയറിയത്. അപ്പോൾ ഈ ആൻ്റണി ഫ്രാൻസിസ് അച്ഛൻ്റെ വെസ്റ്റിഷൻ ടൈമിൽ എന്നെ അവൻ വിളിച്ചു. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇന്ത്യൻ വോയിസ് കഴിഞ്ഞ് പ്രോഗ്രാംസൊക്കെ ആയിട്ട് നടക്കുന്ന സമയം
എന്നോട് പറഞ്ഞു വെസ്റ്റീഷന് ക്വയർ പാടാൻ വരണം എന്ന് പറഞ്ഞു. സമയത്ത് പള്ളിയിൽ കയറാറില്ല എന്ന് തന്നെ ഞാൻ പറയാം ഉണ്ടായിരുന്ന സമയം. അപ്പോൾ ഇവൻ്റെ വാശിപ്പുറത്ത് ഞാൻ ഇവൻ്റെ വെസ്റ്റീഷന് പാടാനായിട്ട് ചെന്നു. ആൻ്റണി അച്ഛൻ്റെ വെസ്റ്റീഷന് പാടാൻ ചെന്നു. ആ സമയത്ത് വെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഓ പാവനാത്മാവെ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വെസ്റ്റ് ചെയ്യുന്നതൊന്ന് നോക്കി. ആ സമയത്ത് ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നു. എൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. എന്തോ മനസ്സിലുള്ളിലൊക്കെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതായിരുന്നല്ലോ നിൻ്റെ ഡ്രീം, ഇതായിരുന്നല്ലോ നിൻ്റെ വഴി എന്നിങ്ങനെ ആരോ ഉള്ളിലിരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ച് കഴിഞ്ഞു. ആ ക്വയറൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോന്നെങ്കിലും മനസ്സിലൊരു അസ്വസ്ഥത കിടപ്പുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു ദൈവികമായിട്ടുള്ളൊരു അസ്വസ്ഥത എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റാവുന്നൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഒരു ഫാദർ തോമസ് ജോബി ചെർക്കോട്ട്, കോതമംഗലം ഡയസിസിലൊരു അച്ഛനാണ്. അച്ഛൻ ഇങ്ങനെ എന്നിട്ട് കമ്പനിയായിരുന്നു. അച്ഛനാണ് എനിക്കിങ്ങനെ പറഞ്ഞത്, എടാ നിനക്ക് വൊക്കേഷനുള്ള പോലെ എനിക്ക് തോന്നുന്നു, നീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിൻ്റെ മുഖം ഓർമ്മ വരുന്നു, നീ ഇപ്പോൾ ഈ ഒരു ലൈഫിലാണെന്ന് അറിയാം, പക്ഷേ എൻ്റെ ഒരു ഡ്യൂട്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുന്നത്. ഞാൻ അതേസമയം ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഡിസ്റ്റർബൻസിലൂടെ കടന്നു പോകുന്ന സമയം അത് എങ്ങനെ അച്ഛൻ സെൻസ് ചെയ്തു എന്ന് എനിക്ക് വണ്ടറായിരുന്നു. അപ്പോൾ അച്ഛനിലൂടെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റിയത്. പിന്നീട് ഞാൻ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ ആരോടൊന്നും പറഞ്ഞില്ല, അങ്ങനെ പോയി ധ്യാനത്തിന് പോയി. അവിടെ വെച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ചില സൈനുകൾ ഈശോ തന്നു. അന്ന് ഞാൻ വളരെ ധൈര്യത്തോടു കൂടെ ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടുകാരെല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് സെമിനാരിയിൽ ഞാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അന്നപ്പോൾ അമ്മയൊക്കെ കരച്ചിലായിരുന്നു, അളിയൻ ഭയങ്കര ഡിസ്റ്റർബ്ഡായി. അന്ന് എൻ്റെ അപ്പച്ചൻ ഇപ്പം മരിച്ചിട്ട് 1 വർഷമായി. അപ്പച്ചനാണ് എൻ്റെ ആ ഡ്രീം. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇവൻ ഇത് പറയുന്നുണ്ടെങ്കിൽ അവൻ പോട്ടെ എന്ന് പറഞ്ഞ് ഒരു ഓക്കെ തന്നത് സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സെമിനാരിയിലേക്ക് വന്നത്. ആദ്യത്തെ റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ റിട്ടേൺ എക്സാം ഞാൻ ക്ലിയർ ചെയ്തു. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് പിന്നെ പോയി. അങ്ങനെ ശരിക്കും വലിയൊരു ദൈവത്തിൻ്റെ ഒരു ശക്തമായ ഒരു ഇടപെടലും ദൈവാനുഗ്രഹവും കൊണ്ട് മാത്രമാണ് എനിക്ക് 109ാമത്തെ റാങ്ക് ആ എയിംസിൻ്റെ എൻട്രൻസ് ടെസ്റ്റിൽ കിട്ടി. അങ്ങനെ എനിക്ക് എയിംസിൽ ജോലി കിട്ടി. രാജീവ് ഗാന്ധിയിൽ കറക്റ്റ് 1 വർഷം ആയപ്പോഴത്തേക്കാണ് എനിക്ക് എയിംസിൻ്റെ റിസൾട്ട് വന്നത്. അപ്പം ഞാൻ ആ 1 വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രാജീവ് ഗാന്ധിയുടെ ജോലി രാജിവെച്ചു. അതിനുശേഷം ഞാൻ കുറച്ചൊരു 2-3 മാസത്തെ ബ്രേക്ക് ഉണ്ടായിരുന്നു അവർ ജോലിക്ക് വിളിക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും എയിംസിന് ജോലി ഒരു ജനുവരി 26-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം എയിംസിൽ 2 വർഷക്കാലം ഞാൻ ജോലി ചെയ്തു. അപ്പോൾ ആ സമയത്തും ഞാൻ ഡിവൈനുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. എയിംസിൽ ഓഫ് കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം ഡിവൈനിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഈ ആദ്യത്തെ ധ്യാനം കൂടിയിട്ട് ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മഠത്തിൽ ചേരുന്നത്. ഞാൻ കോളേജിൽ അതുപോലെ തന്നെ ജീവിച്ചു, അടിച്ചു പൊളിച്ച് ജീവിച്ചു. ബർത്ത്ഡേ പാർട്ടീസ് ഉണ്ടായിരുന്നു, സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു, മ്യൂസിക് ഷോസ് ഉണ്ടായിരുന്നു, ഡാൻസ് പാർട്ടീസ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ തലങ്ങളിലും ഞാൻ ഉൾച്ചേർന്നു ഇരുന്നു. എന്നാൽ എല്ലാ ഇടങ്ങളിലും ഞാൻ പോകുമ്പോഴും ഈ ക്വസ്റ്റ്യൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പം ജീവിതത്തിൽ ഒരു എൻ്റെ ഒരു ടേണിങ് ഞാൻ എടുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ 3rd ഇയർ ആയപ്പോൾ തന്നെ ഇൻഫോസിസ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഞാൻ പ്ലേസ്ഡായി. അപ്പോൾ വീട്ടുകാരെല്ലാവരും കരുതി ഇനിയിപ്പം ഒരിക്കലും ഈ സമർപ്പിത ജീവിതത്തെക്കുറിച്ചുള്ളൊരു വിളിയിലേക്ക് ഞാൻ തിരിഞ്ഞു പോവില്ല, കാരണം എൻജിനീയറിങ് കഴിഞ്ഞു, ഇനിയൊരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ പ്ലേസ്ഡും ആയി, ഇനിയിപ്പോൾ സേഫാണ്, കുട്ടി ഇനി ഒരിക്കലും സമർപ്പിത ജീവിതത്തിലേക്ക് തിരിയില്ല എന്ന് അവർ വിചാരിച്ചു. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് അപ്പോഴും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും സോഫ്റ്റ്വെയർ ഫീൽഡിനേക്കാൾ കൂടുതൽ ഞാൻ വീണ്ടും പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം എനിക്ക് കുറച്ചുകൂടി ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും കൂടുതൽ പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ജീവിതത്തിൻ്റെ ആഴം എത്രമാത്രമാണ് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ ബോധ്യം കിട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ബിടെക് കഴിഞ്ഞ് ഞാൻ എയ്സ് ഹൈദരാബാദ് അക്കാഡമിയിൽ ഗേറ്റ് കോച്ചിങ്ങിന് ചേർന്നു.
അപ്പം അവിടെ ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വളരെ സ്മാർട്ടായിട്ട് കോമ്പറ്റീറ്റീവായിട്ട് പഠിക്കുന്നു, രാത്രി പോലും ഉറങ്ങാതെ പഠിക്കുന്നു. അപ്പോൾ അവരുടെ കൂടെ ഉൾച്ചേർന്നത് കൊണ്ട് നല്ല കോമ്പറ്റീറ്റീവായിട്ട് ഞാനും പഠിച്ചു, നന്നായി പാസ്സായി. എൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു NIT-യിൽ സിഗ്നൽ പ്രോസസ്സിങ്ങിന് ജോയിൻ ചെയ്യുക. വേറൊരു കോഴ്സും ഞാൻ ഓപ്റ്റ് ചെയ്തില്ല. എനിക്ക് കാരണം അവിടുത്തെ ആ സിഗ്നൽ പ്രോസസ്സിങ് കോഴ്സിന് ചേരുക എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ NIT-ൽ സിഗ്നൽ പ്രോസസ്സിങ്ങിന് തന്നെ ഞാൻ ജോയിൻ ചെയ്തു. NIT ക്യാമ്പസ് ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആയിരുന്നു. അപ്പോൾ ഈ കമ്പനീസിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നു. അതോടൊപ്പം ഞാൻ ISROയുടെ എൻട്രൻസ് എക്സാം എഴുതിയായിരുന്നു. അതിന് സെലക്ഷൻ കിട്ടി. ISRO വിളിച്ചു. പക്ഷേ ഈ ഓരോരോ ഓഫറുകൾ മുന്നോട്ട് വരുമ്പോഴും എൻ്റെ ഉള്ളിൽ എന്തോ വലുത് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു വേദനയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ പേരിലും എനിക്ക് ഈശോയെ നഷ്ടപ്പെടുത്താൻ മനസ്സില്ലായിരുന്നു. ഒന്നിൻ്റെ പേരിലും ഈശോയെ വിട്ടുകൊടുക്കുവാനും എനിക്ക് മനസ്സില്ലായിരുന്നു. ഈശോയെ സ്വന്തമാക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് എൻ്റെ ഉള്ളിൽ ഈ ഓരോ അനുഭവത്തിലും ഞാൻ അടിവര ഇടുകയായിരുന്നു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ഈശോയെ മുറുകെ പിടിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഈ സന്യാസവും പറ്റുമോയെന്ന് എനിക്ക് ഭയമായിരുന്നു. അപ്പം ഇത് എനിക്ക് സാധിക്കുമോ, എൻ്റെ കഴിവുകൊണ്ട് സാധിക്കുകയില്ല എന്ന് പറയുമ്പോഴും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ട് കൂടെയുണ്ടെന്ന് തെളിയിച്ച ഒരവസരമായിരുന്നു ഈ MSc-യുടെ റാങ്ക്. എന്നിട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് പലതും അസാധ്യമാണ്, പക്ഷേ ഈശോ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം സാധ്യം. ഈശോ എന്നെ വിളിച്ച് എന്നെ സ്വന്തമാക്കി. ആ ഒരു ക്രെഡിറ്റ് അതെല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പോൾ അതിന് എന്നെ കർത്താവ് യോഗ്യയായി കണ്ടു. യോഗ്യത ഉണ്ടായിട്ടല്ല, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നെ. അതിനേക്കാളും വലിയൊരു കാര്യം എനിക്ക് ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനില്ല. അതുകൊണ്ട് ബാക്കി എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ ഈശോയുടേതാണെന്നുള്ളത് മാത്രം മതി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ.